നമസ്കാരം. യൂറോപ്പ് വാർത്താ വിഷനിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് യൂറോപ്പ് രാജ്യങ്ങളിലേക്ക് പുതുതായി വരുന്ന പ്രവാസികൾ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട 10 അത്യന്താപേക്ഷിതമായ കാര്യങ്ങളാണ്. വിസയങ്ങൾ നിയമപരമായ രേഖകളിൽ നിന്ന് കുടുംബ ആനുകൂല്യങ്ങളിലേക്കും വരെ വിശകലനം ചെയ്യുന്നതാണ്. ഇത് മുഴുവൻ കേൾക്കാതെ വിട്ടുപോകരുത്. യൂറോപ്പിൽ എത്തുന്ന പ്രവാസികൾ അറിയേണ്ട 10 കാര്യങ്ങൾ. യൂറോപ്പ് വാർത്താ വിഷൻ. സെഗ്മെന്റ് 1. നിയമപരമായ രേഖകൾ. ഒന്നാമതായി, നിയമപരമായ രേഖകൾ. പുതിയ രാജ്യത്തേക്ക് വന്നാൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് റെസിഡൻസി പെർമിറ്റും വിസയും അപ്ഡേറ്റ് ചെയ്യുകയെന്നതാണ്. മിക്ക യൂറോപ്പ് രാജ്യങ്ങളും വ്യക്തിഗത ID നമ്പർ നൽകും. സ്പെയിനിൽ NI, ജർമ്മനി ITN എന്നിങ്ങനെ. ഇതല്ലാതെ താമസസ്ഥല വിവരങ്ങൾ തെളിയിക്കുന്ന ഡോക്യുമെന്റുകളും തയ്യാറായിരിക്കണം. സെഗ്മെന്റ് 2. രജിസ്ട്രേഷൻ നിർബന്ധങ്ങൾ. രണ്ടാമതായി, നാടിന്റെ രജിസ്ട്രേഷൻ. ജർമ്മനിയിൽ അൺമെൽഡിംഗ്, നെതർലൻഡ്സിൽ ജമീൻതെ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഈ പ്രക്രിയ താമസിക്കുന്ന പ്രദേശത്ത് രജിസ്റ്റർ ചെയ്യാനാണ്. ഇത് പലപ്പോഴും 7 മുതൽ 30 ദിവസത്തിനുള്ളിൽ നിർബന്ധമാണ്. സെഗ്മെന്റ് 3. ആരോഗ്യ ഇൻഷുറൻസ്. ആരോഗ്യവും ഇൻഷുറൻസും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ജർമ്മനി പോലുള്ള രാജ്യങ്ങളിൽ സ്റ്റാറ്റ്യൂട്ടറി ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമാണ്. EU ഹെൽത്ത് കാർഡ് ഉണ്ടെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്കുള്ള യാത്രയ്ക്കും ചികിത്സക്കും ഏറെ സഹായകരമാകും. സെഗ്മെന്റ് 4. തൊഴിൽ നിയമങ്ങൾ. നാലാമത്, ജോലി സംബന്ധിച്ച നിയമങ്ങൾ. ജോബ് സീക്കർ വിസ അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് ഉണ്ടാകണം. ജോലി ചെയ്യുമ്പോൾ സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻസ്, ഇൻകം ടാക്സ്, കോൺട്രാക്ട് ടേംസ് തുടങ്ങിയവ മനസ്സിലാക്കണം. ജോലി ഏജൻസികൾ പരിശോധിച്ച് നിയമപരമായ ഇടപാടുകൾ മാത്രം വേണം. സെഗ്മെന്റ് 5. താമസം. താമസത്തിന്റെ കാര്യത്തിൽ Airbnb, Amooscout 24 പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാം. റെന്റൽ കോൺട്രാക്ട്, യൂട്ടിലിറ്റി ബില്ലുകൾ എന്നിവ താമസ രേഖകൾക്ക് ഉപയോഗിക്കാം. പലപ്പോഴും 2 മുതൽ 3 വരെ മാസത്തെ അഡ്വാൻസ് ഡിപ്പോസിറ്റ് ആവശ്യമാണ്. സെഗ്മെന്റ് 6. ബാങ്ക് അക്കൗണ്ടും നികുതിയും. യൂറോപ്പിൽ താമസിക്കുമ്പോൾ ബാങ്ക് അക്കൗണ്ട് നിർബന്ധമാണ്. IBAN, SEPA പേയ്മെന്റുകൾക്കായി. ടാക്സ് നമ്പർ ജോലിക്കായി ആവശ്യമാണ്. സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ പ്രത്യേക ടാക്സ് നിർദ്ദേശങ്ങൾ ബാധകമാണ്. സെഗ്മെന്റ് 7. ഭാഷയും സംസ്കാരവും. ഭാഷയും സംസ്കാരവുമാണ് ഏഴാമത്തെ പ്രധാന വിഷയം. A1, A2 ലെവൽ ലാംഗ്വേജ് കോഴ്സുകൾ ഏതു രാജ്യത്തും അനിവാര്യമാണ്. ജർമ്മനിയിൽ ഇന്റഗ്രേഷൻ സ്കിൽസ്, നെതർലൻഡ്സിൽ ഇൻബർഗറിൻ പോലുള്ള പരിപാടികൾ സഹായകരം. സെഗ്മെന്റ് 8. സ്ഥിര താമസവും പൗരത്വവും. 6 മുതൽ 10 വർഷം വരെ സ്ഥിര താമസിച്ചാൽ EU രാജ്യങ്ങളിൽ PR അല്ലെങ്കിൽ പൗരത്വത്തിനുള്ള അർഹത ലഭിക്കും. അതിന് B1 ലെവൽ ഭാഷയോഗ്യത, ഇന്റഗ്രേഷൻ ടെസ്റ്റ്, ടാക്സ് ഹിസ്റ്ററി തുടങ്ങിയവ ആവശ്യമാണ്. സെഗ്മെന്റ് 9. കുടുംബം കൊണ്ടുവരിക. ഫാമിലി റിയൂണിഫിക്കേഷൻ വിസ വഴി ഭർത്താവിനെയും കുട്ടികളെയും കൊണ്ടുവരാം. താമസ സൗകര്യവും വരുമാന സാധ്യതയും നിർബന്ധമാണ്. കുട്ടികൾക്ക് സ്കൂൾ അഡ്മിഷൻ EU നിയമപ്രകാരം സൗജന്യമാണ്. സെഗ്മെന്റ് 10. ആനുകൂല്യങ്ങളും സുരക്ഷാ സ്കീമുകളും. കിൻഡർജാൽ, ജർമ്മനി റെന്റ് സപ്പോർട്ട്, അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ് പോലുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാണ്. ഈ സ്കീമുകൾക്കുള്ള അർഹത താങ്കളുടെ വിസ തരം, ജോലി നില, റെസിഡൻസി കാലാവധി എന്നിവയെ ആശ്രയിച്ചിരിക്കും. ഇതെല്ലാം ചേർന്ന് യൂറോപ്പിലെ പുതിയ ജീവിതത്തിന് തുടക്കം കുറിക്കാനായി നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ടതായ വിവരങ്ങളാണ്. താങ്കൾക്ക് ഏത് രാജ്യത്തിലേക്കാണ് യാത്രയെങ്കിൽ അതിന്റെ കൺട്രി സ്പെസിഫിക് ലോസ് ഞങ്ങൾക്ക് കമന്റിൽ അറിയിക്കൂ. നമുക്ക് അതനുസരിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് വീഡിയോകൾ ഉണ്ടാക്കാം. ഈ വീഡിയോ ഉപയോഗപ്രദമായെങ്കിൽ യൂറോപ്പ് വാർത്താ വിഷനെ സബ്സ്ക്രൈബും ബെൽ ഐക്കണും അമർത്തിക്കോളൂ. നമസ്കാരം. ഇനി ഒരു വിവരസമൃദ്ധമായ എപ്പിസോഡിൽ വീണ്ടും കാണാം.